പ്രിയപ്പെട്ടവരെ, ഏവർക്കും ഏറ്റവും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് വീഡിയോയിൽ പറയുന്ന വിഷയം എന്ന് പറഞ്ഞാൽ സ്ത്രീ സുരക്ഷാ പെൻഷനുമായിട്ട് ബന്ധപ്പെട്ടുള്ള അറിയിപ്പാണ്. സ്ത്രീ സുരക്ഷാ പെൻഷന് നിങ്ങൾ ഇതുവരെ അപേക്ഷിക്കാത്ത ആൾക്കാർ തീർച്ചയായിട്ടും ഈ വീഡിയോ ഒന്ന് ശ്രദ്ധിക്കുക, മറ്റുള്ള ആളുകൾക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക, പരമാവധി വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്ത് കാണുക. ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. കേരള സർക്കാരിൻ്റെ പുതിയ സ്ത്രീ സുരക്ഷാ പദ്ധതി വഴി അർഹരായ സ്ത്രീകൾക്ക് പ്രതിമാസം 1000 രൂപ പെൻഷൻ ലഭിക്കും. മറ്റ് സാമൂഹ്യ സുരക്ഷാ പെൻഷനുകളോ സർക്കാർ ആനുകൂല്യങ്ങളോ ലഭിക്കാത്ത 35 വയസ്സിനും 60 വയസ്സിനും ഇടയിൽ പ്രായമുള്ള സ്ത്രീകൾക്കാണ് ഈ പദ്ധതിയിൽ ആനുകൂല്യം ലഭിക്കുക. കേരള സർക്കാരിൻ്റെ സ്ത്രീ സുരക്ഷാ പദ്ധതി പ്രകാരം ഇതുവരെ 10,18,042 പേർക്ക് തുക അനുവദിച്ചിട്ടുണ്ട്. ഇവർക്കെല്ലാം തന്നെ ഈ 2 മാസത്തെ തുക ലഭിച്ചു കഴിഞ്ഞു. ഈ പദ്ധതിയുടെ ഔദ്യോഗിക ഉദ്ഘാടനം 2026 ഫെബ്രുവരി 11 മുഖ്യമന്ത്രി പിണറായി വിജയൻ നിർവഹിച്ചിരുന്നു. ഇതുമായി ബന്ധപ്പെട്ട കൂടുതൽ വിവരങ്ങളാണ് നമ്മൾ ഈ വീഡിയോയിൽ പറയുന്നത്. അപ്പോൾ ഇത് എങ്ങനെയാണ് അപേക്ഷിക്കുന്നത്, ആ കാര്യങ്ങളൊക്കെ തന്നെ ആദ്യം പറയാം. ഇതിന് അപേക്ഷിക്കാനായിട്ട് നമുക്ക് ആധാർ കാർഡ്, അതുപോലെ തന്നെ റേഷൻ കാർഡ്, പ്രായം തെളിയിക്കുന്ന രേഖ, അത് സ്കൂൾ സർട്ടിഫിക്കറ്റ്, ജനന സർട്ടിഫിക്കറ്റ്, ഡ്രൈവിംഗ് ലൈസൻസ് അല്ലെങ്കിൽ പാസ്പോർട്ട്, ഇവയാണ് പരിഗണിക്കുന്നത്. ഇവയൊന്നുമില്ലെങ്കിൽ മെഡിക്കൽ ഓഫീസറുടെ പ്രായം തെളിയിക്കുന്ന സർട്ടിഫിക്കറ്റ് മതിയാകും. മെഡിക്കൽ ഓഫീസർ എന്ന് പറയുമ്പോൾ നിങ്ങൾ അടുത്തുള്ള താലൂക്ക് ഹോസ്പിറ്റലിൽ പോയാൽ നിങ്ങൾക്ക് മെഡിക്കൽ സർട്ടിഫിക്കറ്റ്, പ്രായം തെളിയിക്കുന്ന മെഡിക്കൽ സർട്ടിഫിക്കറ്റ് കിട്ടും. അതല്ലെങ്കിൽ സർക്കാരിൻ്റെ ഹോമിയോ ഡിസ്പെൻസറി അടുത്തുണ്ടെങ്കിൽ അവിടുന്ന് ലഭിക്കും. അടുത്തതായിട്ട് വേണ്ടത് ബാങ്ക് പാസ്ബുക്കാണ്. അക്കൗണ്ട് നമ്പർ, IFSC കോഡ് എന്നിവ വ്യക്തമായിരിക്കണം. സ്വയം സാക്ഷ്യപ്പെടുത്തിയ സത്യപ്രസ്താവന, അത് നിങ്ങൾ പ്രത്യേകിച്ചൊന്നും കൊടുക്കാനൊന്നുമില്ല. നിങ്ങളവിടെ അപേക്ഷ കൊടുത്തു കഴിയുമ്പോൾ ഉള്ള ഒരു ഒപ്പും കാര്യങ്ങളും മാത്രമേ ഉള്ളൂ. ഫോൺ നമ്പർ, അതായത് ഫോൺ നമ്പർ ആധാറുമായിട്ട് ബന്ധിപ്പിച്ചതായിരിക്കണം. അതുപോലെ തന്നെ ആ ഫോൺ നമ്പർ നിങ്ങളുടെ ബാങ്കിൽ ബന്ധിപ്പിച്ചിട്ടുണ്ടാകണം. മറ്റൊരു കാര്യം എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ഈ EMA ഉൾപ്പെടെയുള്ള ബൗൺസ് ചാർജൊക്കെ പിടിക്കുന്ന ഒരു ബാങ്ക് അക്കൗണ്ട് ആണെങ്കിൽ കഴിവതും അത് കൊടുക്കാതിരിക്കുക. കാരണം നിങ്ങൾക്ക് ഇത് 1000 രൂപയാണ് പ്രതിമാസം ലഭിക്കുന്നത്. ആ പൈസ അങ്ങനെ ബാങ്കുകാർ തന്നെ പിടിക്കുന്ന ഒരവസ്ഥയാകും. അതുകൊണ്ട് ഒരു 500 രൂപ കൊടുത്ത് ഏതെങ്കിലും അടുത്ത് ഉള്ള ഒരു ബാങ്ക്, അല്ലെങ്കിൽ 1000 രൂപ കൊടുത്ത് ഒരു അക്കൗണ്ട് ആദ്യം ചെയ്യുക. ആ അക്കൗണ്ട് ഇതിന് കൊടുക്കുക. ബാക്കിയുള്ളവയ്ക്ക് മറ്റൊരു ബാങ്ക് അക്കൗണ്ട് കൊടുക്കുക. ഈ ഒരു ആവശ്യത്തിന് വേണ്ടി ആ ഒരു അക്കൗണ്ട് കൊടുക്കുന്നതായിരിക്കും ഏറ്റവും നല്ലത്. അപേക്ഷിക്കേണ്ട വിധം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അപേക്ഷകൾ ഓൺലൈനായിട്ടാണ് അപേക്ഷിക്കേണ്ടത്. നമുക്ക് K-സ്മാർട്ട് ആപ്ലിക്കേഷൻ വെച്ച്, അതായത് K-സ്മാർട്ടിൻ്റെ ആപ്ലിക്കേഷൻ ഉണ്ട്, പക്ഷേ അതിൻ്റെ അകത്ത് കുറച്ച് കാര്യങ്ങളൊക്കെ ഡീറ്റെയിൽസ് വരുന്നില്ല ഞാൻ നോക്കിയിട്ട്. അപ്പോൾ നമ്മൾ അതല്ലെങ്കിൽ ഗൂഗിൾ ക്രോമിൽ K-സ്മാർട്ടിൽ സൈൻ ഇൻ ചെയ്തുകൊണ്ട് ഉപയോഗിക്കാൻ പറ്റും. അതല്ലാത്തവർക്ക് അടുത്തുള്ള അക്ഷയ കേന്ദ്രത്തിൽ, അതുപോലെ തന്നെ ഓൺലൈൻ സേവന കേന്ദ്രങ്ങളുണ്ടല്ലോ, അതായത് നമ്മുടെ ജനസേവാ കേന്ദ്രം പോലുള്ള ഏതെങ്കിലും ഒരു ഓൺലൈൻ സേവന കേന്ദ്രങ്ങൾ, അതല്ലെങ്കിൽ ഒരു കമ്പ്യൂട്ടറിൽ കാര്യങ്ങൾ ചെയ്യാൻ പറ്റുന്ന അടുത്തുള്ള ഒരു ഷോപ്പിൽ പോയി ചെയ്ത് ചെയ്യാവുന്നതാണ്. ഇതിൻ്റെ യോഗ്യതാ മാനദണ്ഡങ്ങൾ എന്ന് പറഞ്ഞാൽ പ്രായം 35 വയസ്സ് പൂർത്തിയായവരും 60 വയസ്സിന് താഴെയുള്ളവരും ആയിരിക്കണം. പല ആൾക്കാർക്കും ഒരു സംശയമുണ്ട്, ഇതിൽ നിങ്ങൾക്ക് ഒരു പെൻഷൻ ലഭിച്ചു കഴിഞ്ഞാൽ പിന്നീട് വാർദ്ധക്യ പെൻഷൻ, 60 വയസ്സിന് ശേഷമുള്ള പെൻഷനൊക്കെ ലഭിക്കുമോ എന്നുള്ള. അതായത് ഇപ്പോൾ ഒരു 55 വയസ്സുള്ള ആളുകൾക്കൊക്കെ ഇതിൽ കൊടുക്കാൻ താല്പര്യമില്ലാതെ നിൽക്കുകയാണ്. കാരണം അവർ വിചാരിക്കുന്ന 60 വയസ്സ് കഴിഞ്ഞ് പിന്നെ അപേക്ഷിക്കാൻ കഴിയില്ല എന്നാണ്. എന്നാൽ അങ്ങനെയല്ല. സ്വാഭാവികമായിട്ട് ഈ പെൻഷൻ ലഭിക്കുന്നവർക്ക് 60 വയസ്സ് കഴിയുമ്പോൾ നിങ്ങൾ ഏത് പെൻഷനാണോ അപേക്ഷിക്കുന്നത് ആ ഒരു പെൻഷൻ ലഭിക്കുന്നതായിരിക്കും. അതുപോലെ തന്നെ റേഷൻ കാർഡ്, ഇതിൻ്റെ അകത്ത് ഇപ്പോൾ നിലവിൽ മഞ്ഞ കാർഡുകാർക്കും അതുപോലെ തന്നെ പിങ്ക് കാർഡുകാർക്കുമാണ് കൊടുക്കാൻ കഴിയുന്നത്. പക്ഷേ ഇപ്പോൾ നിലവിലുള്ള LDF സർക്കാരിൻ്റെ പ്രകടന പത്രികയിൽ അവർ പറഞ്ഞിരിക്കുന്നത് അതായത് അവർ അധികാരത്തിൽ വീണ്ടും വന്നാൽ അവർ എല്ലാ ആളുകൾക്കും, അതായത് റേഷൻ കാർഡ് വ്യത്യാസമില്ലാതെ, നീല, വെള്ള അങ്ങനെ വ്യത്യാസമില്ലാതെ എല്ലാ റേഷൻ കാർഡിലും ഉൾപ്പെട്ട, അതായത് ജോലി ഇല്ലാത്ത, നിലവിൽ ഇതിൻ്റെ അകത്ത് കുറച്ച് ജോലികൾ പറഞ്ഞിട്ടുണ്ട്, ആ ജോലികളൊന്നും ഇല്ലാത്ത എല്ലാ സ്ത്രീകൾക്കും, 35 വയസ്സിനും 60 വയസ്സിനും ഇടയിൽ പ്രായമുള്ള എല്ലാ സ്ത്രീകൾക്കും
ഈ പെൻഷന് അപേക്ഷിക്കാൻ അർഹതയുണ്ടാകും എന്നാണ്. അപ്പം നിലവിൽ മഞ്ഞ, പിങ്ക് റേഷൻ കാർഡുകാർക്കാണ് അപേക്ഷിക്കാൻ കഴിയുന്നത്. അതുപോലെ തന്നെ കേരളത്തിൽ സ്ഥിരതാമസക്കാരായിരിക്കണം. മറ്റ് ആനുകൂല്യങ്ങൾ ലഭിക്കുന്നവരാകരുത്. അതായത് വിധവ പെൻഷൻ, അവിവാഹിത പെൻഷൻ, വികലാംഗ പെൻഷൻ, EPF പെൻഷൻ, സർവീസ് പെൻഷൻ തുടങ്ങിയ മറ്റ് ക്ഷേമ പെൻഷനുകൾ വാങ്ങുന്നവർ ഈ പദ്ധതിയിൽ അപേക്ഷിക്കാൻ അർഹരല്ല. അതുപോലെ തന്നെ കേന്ദ്ര സംസ്ഥാന സർക്കാർ ജീവനക്കാർക്കോ പൊതുമേഖലാ സ്ഥാപനങ്ങളിൽ ജോലി ചെയ്യുന്നവർക്കോ ഈ ഒരു പദ്ധതിയിൽ അപേക്ഷിക്കാൻ കഴിയില്ല. എന്നാൽ ചെറിയ ചെറിയ വരുമാനമായിട്ട് ചില സ്ഥാപനങ്ങളിലൊക്കെ ജോലി ചെയ്യുന്നവർക്ക് ഇതിൽ അപേക്ഷിക്കുന്നതിന് തടസ്സം ഒന്നുമില്ല. അപേക്ഷ സമർപ്പിച്ചാൽ അതിനുശേഷം തദ്ദേശ സ്ഥാപനങ്ങളെ സെക്രട്ടറിമാർ ഇത് പരിശോധിച്ച് അർഹരായവരുടെ പട്ടിക തയ്യാറാക്കും. പെൻഷൻ തുക നേരിട്ട് ഗുണഭോക്താവിൻ്റെ ബാങ്ക് അക്കൗണ്ടിലേക്ക് എത്തും. കൃത്യമായ വിവരങ്ങൾ നൽകിയില്ലെങ്കിൽ ആനുകൂല്യം പലിശ സഹിതം തിരിച്ചു പിടിക്കുമെന്ന് സർക്കാർ മുൻകൂറായിട്ട് തന്നെ വ്യക്തമാക്കിയിട്ടുണ്ട്. അതുപോലെ തന്നെ ഗൂഗിൾ സെർച്ച് വഴി, അതായത് പെൻഷൻ സെർച്ച് എന്നും പറഞ്ഞ് സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ അപേക്ഷ കൊടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ ഡീറ്റെയിൽസ് എല്ലാം നമുക്ക് അതിൽ നിന്ന് നമ്മുടെ പെൻഷൻ അനുവദിച്ചോ അതിൻ്റെ നിലവിലെ അവസ്ഥ കാര്യങ്ങളൊക്കെ അറിയാൻ പറ്റും. അതുമായിട്ട് ബന്ധപ്പെട്ട് ഒരു വീഡിയോ നേരത്തെ നമ്മൾ ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ലിങ്ക് ഇതിൻ്റെ ഡിസ്ക്രിപ്ഷനിലും ഫസ്റ്റ് കമൻറ്റിലും അതുപോലെ തന്നെ വീഡിയോയിലും ഐ ബട്ടണിലും കൊടുത്തിരിക്കാം. അപ്പം ഇത്രയും കാര്യങ്ങളാണ് ഇതുമായിട്ട് ബന്ധപ്പെട്ട് പറയാനുള്ളത്.